നമസ്കാരം. തണ്ണിമത്തൻ മീഡിയ എന്ന ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് മെൻ്റലി സ്ട്രോങ് ആകാം. നമ്മൾ കൂടുതൽ എല്ലാ ആൾക്കാരും മൈൻഡ് സെറ്റ് വളരെ നിർണായകമാണ്. കൂടുതൽ ആൾക്കാരും ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല, എല്ലാത്തിലും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭയങ്കര വൈബ്രേറ്റ് ആവുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരു 10 സൊല്യൂഷൻ ഞാൻ പറയാം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി സ്ട്രോങ് ആവാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധയ്ക്ക് വേണ്ടി ആരോടും യാചിക്കരുത് എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ നമ്മളോട് ഒന്നും പറയാതെ അവർ ഇട്ടിട്ട് പോയി. അപ്പം നമ്മൾ ഒരു തവണ വിളിക്കുന്നു, 2 തവണ വിളിക്കുന്നു, 3 തവണ വിളിക്കുന്നു, നിരന്തരം പ്ലീസ് കോൾ, എന്നെ വിളിക്കൂ, മെസ്സേജ് ഇടൂ എന്നും പറഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരത് മൈൻഡ് ചെയ്യുന്നില്ല. അവരുടെ കാര്യം നോക്കി പോകുന്നു. ഞാൻ തിരക്കാണ് എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അവർ ഇങ്ങനെ ഒരു സംഭവമായിട്ട് നിൽക്കുകയാണ്. അവരൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നും പോകരുത്. നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ അവരോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ വിട്ടിട്ട് പോവുക. നമ്മൾ നമ്മുടെ വഴി തേടി നമ്മൾ പുതിയ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും 1-2 ദിവസം എങ്കിലും നമ്മൾ അത് വിട്ടിട്ട് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തി നമ്മൾ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. സ്നേഹത്തിനും ശ്രദ്ധയ്ക്കും വേണ്ടി യാചിച്ചാൽ നിങ്ങളുടെ വില പോകും. അപ്പോൾ ഈ മെൻ്റലി സ്ട്രോങ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു അർത്ഥവും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിനും ശ്രദ്ധയ്ക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരോടൊന്ന് ബാക്കിൽ നിന്ന് യാചിക്കുന്നത് നിർത്തുക. അവരവരുടെ പാട്ടിന് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് വയ്ക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടോക്സിക്കായ അല്ലെങ്കിൽ നെഗറ്റീവായ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു 5 പേരുടെ പേര് പറഞ്ഞാൽ ഞാൻ പറയാം നിങ്ങൾ ഏത് നിലയിലെത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എൻവയോൺമെൻറ്റ്, അതായത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അപ്പോൾ ടോക്സിക്കായതും അല്ലെങ്കിൽ നെഗറ്റീവുമായിട്ടുള്ള ഇപ്പോൾ രാവിലെ എണീറ്റുകൊണ്ട് നമുക്ക് ഇന്ന കാര്യം ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചിന്തിക്കും. ഉടനെ ഫസ്റ്റ് ഡയലോഗ് ആയിരിക്കും, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല, കണ്ടിട്ടുണ്ടോ, ഇവൻ പോയിട്ട് അങ്ങനെ തുലഞ്ഞു, അവൻ പോയിട്ട് ഇങ്ങനെയായി, ഇവൻ പോയി ഇങ്ങനെയായി എന്നിങ്ങനെ പറയും. നമ്മൾ നെഗറ്റീവ് ആക്കി നമുക്ക് ഒരിക്കൽ പോലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇത്തരം ആൾക്കാരിൽ നമ്മൾ വിട്ടു നിൽക്കണം. പിന്നെ വേറെ ടീമുണ്ട്, നമ്മളോട് ഭയങ്കര സൗഹൃദം നടിച്ച് അവരാണ് ഡേഞ്ചർ എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. രാവിലെ വിളിക്കും, എവിടെയുണ്ട്, ഞാൻ വരുന്നു. നമുക്ക് ഒരു സെപ്പറേറ്റ് മൂവ്മെൻറ്റിന് അവരും രക്ഷപ്പെടില്ല, നമ്മളും രക്ഷപ്പെടില്ല. അവരിങ്ങനെ അവരുടെ സർക്കിളിൽ നമ്മളെ ഇങ്ങനെ നിർത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെ ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ ഇങ്ങനെ പിടിച്ച്. നിങ്ങൾക്ക് അനുഭവം, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു ആൾക്കാരെ എടുത്ത് നോക്കുക, അതിനകത്ത് ഒരാൾ 1-2 പേരുണ്ടാവും. അവർ നമ്മളെ വീഡിയോയിൽ നമ്മളെന്ത് ചെയ്യുന്നു, അങ്ങോട്ട് എന്തിനാണ് പോകുന്നത്, ഇങ്ങോട്ട് എന്തിനാണ് പോകുന്നത്, നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫ് അവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ ഗ്രോത്ത് അവരാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ സർക്കിളിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കും. അവരുടെ ഒരു ലെവൽ ഓഫ് ഇതുണ്ട്, ഗ്രോത്ത് ഉണ്ട്. അതിന് മുകളിലേക്ക് നിങ്ങൾ വളരാൻ അവരനുവദിക്കില്ല. അഥവാ നിങ്ങൾ വളർന്നാൽ അപ്പോഴവർ നിങ്ങളെ തള്ളിപ്പറയുകയോ നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയോ നിങ്ങളെക്കുറിച്ച് അസൂയാലുകളാവുകയോ ചെയ്യും. സംശയമുണ്ട്, നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലെ ആൾക്കാരുടെ ഒരു ഡീറ്റെയിൽ എടുത്ത് നോക്കുക. ഇത് സത്യമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും സമ്മതിക്കും. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ആൾക്കാരുണ്ട്, ടോക്സിക്കായ അല്ലെങ്കിൽ നെഗറ്റീവായ ആൾക്കാരിൽ നമ്മൾ പൂർണ്ണമായും വിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവുകയും ചെയ്യും. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് എന്തെങ്കിലും ഒരു കഴിവ് കൊടുത്തിട്ടായിരിക്കും. അവർ ആ കാര്യത്തിൽ അഗ്രഗണ്യരായിരിക്കും. ചിലർ കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർ കുക്കിംഗ് ആയിരിക്കും അവർ ഭയങ്കര. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നന്നായിട്ട് പാചകം ചെയ്യും. നമ്മൾ എവിടുന്ന് ഭയങ്കര അതിൻ്റെ ഒരു മാജിക് ഭയങ്കരമാണ്. അപ്പോൾ ആ കഴിവ് അയാൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ അയാൾ ഇപ്പം എത്രയോ പേര് ഷെഫ് പിള്ള അങ്ങനെ പല കാര്യം ഒരുപാട് അങ്ങനെ വേൾഡിലെത്തുന്ന ഒരു മുകൾ തട്ടിലേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇട്ടിട്ട് ഓടാനല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ പാരലായിട്ട് നമ്മുടെ കഴിവ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സമയം കണ്ടെത്തി ആ സമയത്തിലൂടെ അതിനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് മാറാം. അല്ലാതെ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി വിട്ടിട്ട് പോവുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്വന്തം കഴിവിൽ എന്താണോ നമ്മൾ തിരിച്ചറിയുക, അതിലേക്ക് ക്രമേണ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈ സ്വന്തം കഴിവ്, എന്ത് കഴിവായാലും അതിനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ആ കഴിവിനെ ഉപയോഗിക്കുക. ഒരാളിന് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാനാണ് താല്പര്യം, അല്ലെങ്കിൽ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ്, ദിവസം അയാൾ ഒരു പേജ് സിനിമയെക്കുറിച്ച് ചിന്തിക്കാനും സിനിമയുടെ ആൾക്കാരെ വിളിക്കാനും സിനിമയെ സ്ക്രിപ്റ്റ് എഴുതാനും വേണ്ടി മാറ്റിവയ്ക്കുക.
അങ്ങനെ ഒരു പെയിൻറ്റിങ് ആണെങ്കിൽ ഇപ്പം മ്യൂറൽ പെയിൻറ്റിങ്സ് ചെയ്യുന്നവർ, അപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മ്യൂറൽ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ വളരെ സാവധാനം, അപ്പോൾ ദിവസം 1 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സമയം ഉണ്ടാക്കുക, അത് ആ പെയിൻറ്റിങ് വരച്ച് തീർക്കുക എന്നുള്ളത്. ഒരു പ്രോഡക്റ്റ് നമ്മൾ വിപണിയിലേക്കോ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു നാടകം ചെയ്ത് സ്റ്റേജിൽ പൂർത്തീകരിക്കുമ്പോഴോ കിട്ടുന്ന ഒരു നിങ്ങൾ കുട്ടിക്കാലത്ത് നാടകം അവതരിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് കൊള്ളാം നന്നായിരുന്നു ഒന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു സുഖം അത് വേറൊരിടത്തും കിട്ടില്ലെന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ആ സാറ്റിസ്ഫാക്ഷൻ ലെവലെന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക എന്നുള്ളത്, നിങ്ങളുടെ ആ സ്വന്തം കഴിവെന്താണ് അതിൽ പവർഫുള്ളായിട്ട് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ഒന്നും പേഴ്സണലി എടുക്കരുത്. ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പായിട്ട് അവൻ എന്നെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത് എന്നും പറഞ്ഞ് ഇതൊന്നും പേഴ്സണലി ആയിട്ടൊന്നും അത് വീട്ടിൽ കൊണ്ടൊന്നും പോകരുത്. അത് ആ സമയത്ത് വെച്ച് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർത്തത് കളഞ്ഞിട്ട് വരും. നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടൊന്ന് ആലോചിച്ച് തലപ്പുണ്ടാക്കരുത്. നമ്മൾ ഒരു കാര്യം അങ്ങനെ പേഴ്സണലി എടുക്കരുത്, അതിനൊരു ഗ്രൂപ്പ് ഇതിലേക്ക് വിട്ടുകൊടുക്കുക. നമ്മൾ അതിനെ വീണ്ടും വീട്ടിലേക്ക് എത്തിച്ച് അത് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. 5ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിൽ ശാന്തനായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര പ്രതിസന്ധികൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് പോയെന്നിരിക്കും, പക്ഷേ എങ്കിലും നമുക്കറിയാം എപ്പോഴും ഒരു കയറ്റം ഉള്ളപ്പോഴും ഒരു ഇറക്കം ഉണ്ടാവും. ഒരു ഇറക്കം കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ ഒരു ലൈനിൽ പോയിക്കൊണ്ടിരിക്കില്ല. ഒരു തരി വെളിച്ചം എവിടെയെങ്കിലും ഉണ്ടാവും, അത് കയറി വരും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പം രാവിലെ ഡിപ്രഷൻ എണീക്കാൻ വയ്യ, പക്ഷേ ഷൂവും പാൻറ്റും ഒക്കെ എടുത്തിട്ട് ഇറങ്ങി നടക്കാനോ ഓടാനോ പുറത്തേക്ക് പോവുക, എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. നമുക്കറിയാം നമ്മൾ മെൻ്റലി സ്ട്രോങ് അല്ല, നമ്മൾ പക്ഷെ നമ്മളങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കാലുകൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും നമ്മൾ ഓടുമ്പോഴും നമ്മുടെ എനർജി ഇങ്ങനെ കൂടിക്കൊണ്ട് നമ്മുടെ ആ ടെൻഷൻ ഇങ്ങനെ റിലീഫായി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക, മറ്റുള്ളവർ ഇൻട്രാക്ട് ചെയ്യുക, നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരാളിന് ഒരു 10,000 രൂപ കടം കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡേറ്റ് 4-ാം തീയതിയാണ്, ഒരു ദിവസം 4-ാം തീയതി. അപ്പോൾ 4-ാം തീയതി രാവിലെ ആകുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുക, നേരെ അവരെ വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ അവരെ വിളിക്കുക, എനിക്കിന്ന് തരാൻ കഴിയില്ല, എനിക്ക് കുറച്ച് സമയം കൂടെ നിർത്തണം, വ്യക്തമായിട്ട് അവർ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എനിക്കിങ്ങനൊരു പ്രശ്നം സംബന്ധിച്ച് തീർച്ചയായും നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ ഞാൻ ഗഡുക്കളായി തന്നു തീർക്കാം, എന്തെങ്കിലും പറഞ്ഞൊരു സൊല്യൂഷൻ അങ്ങോട്ട് വിളിച്ച് ക്ലിയർ ചെയ്യുക. അതോടുകൂടി അന്നത്തെ പ്രശ്നങ്ങൾക്ക് അന്ന് വൈകുന്നേരം സുഖമായി കിടന്ന് ഉറങ്ങാൻ കഴിയും. അപ്പം നമ്മൾ പ്രതിസന്ധികളിൽ നിന്ന് ശാന്തനായി നിൽക്കുക എന്നുള്ളത്, ഇതൊന്നും കണ്ട് നമ്മൾ കേളൻ കുലുങ്ങില്ല എന്നൊരു സാധനമില്ലേ, ഒരു ഡയലോഗുണ്ട്. അതുപോലെ നമ്മൾ എത്ര പ്രതിസന്ധി പോയാലും കല്ലുപോലെ ഉറച്ച് നിൽക്കുക, പെട്ടെന്ന് എടുത്ത് ചാടി അത് ചെയ്ത് ആ സമയത്ത് ശാന്തതയാണെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് പ്രതികരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് റിയാക്ട്. നമ്മൾ വളരെ ശാന്തമായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് അഥവാ കൂടുതൽ ടെൻഷൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഹൃത്ത് അതിൻ്റെ അടുത്ത് പോയിട്ട് കുറേ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജി കുറച്ച് ആ ടെൻഷൻ ഫ്രീ ആയി മാറുക. അപ്പോൾ പ്രതിസന്ധികൾ ശാന്തനായി നിൽക്കുക എന്നുള്ളതാണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, ആറാമത്തെ പോയിൻ്റ്, എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കരുതെന്നുള്ളതാണ്. അതായത് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയാൻ കാര്യം, നമുക്ക് നമ്മുടെ ബ്രദേഴ്സുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഒരു ചുറ്റുവട്ടത്തെ എല്ലാവരും സുഹൃത്തുക്കളുണ്ട്. ഇപ്പം നമ്മളെന്ത് ചെയ്യും, ഇപ്പം അച്ഛനമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ മക്കളാണെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തു തരും, അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അച്ഛനമ്മമാർ വിചാരിക്കണം മക്കൾ വളർന്ന് വലുതായിട്ട് നമ്മളെ അങ്ങ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ കാനഡയിലേക്ക് കൊണ്ടുപോകും, നമുക്ക് അവിടെ താമസിക്കാം, അങ്ങനെയൊക്കെ വെറുതെ എക്സ്പെക്റ്റേഷൻ. നമ്മൾ സത്യസന്ധമായിട്ട് പറയും, നമ്മുടെ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കുക, നമ്മൾ എണീറ്റ് നിൽക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോയിട്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏൺ ചെയ്യുക, നമ്മൾ ചിലവാക്കുക. അല്ലാതെ അവർ തരും ഇവർ തരും, ഇവരുടെ നിന്ന് നമുക്ക് 2 മാസം കഴിഞ്ഞ് അച്ഛനോട് കുറച്ചിത് വാങ്ങാം, അല്ലെങ്കിൽ അമ്മയോട് ഇത് വാങ്ങാം, അല്ലെങ്കിൽ ബ്രദറിനോട് ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർ നമുക്ക് ഇങ്ങനെ എല്ലാം ചെയ്തു തരും. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ മറ്റുള്ളവർ ഇത് ചെയ്യും അത് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയേ ചെയ്യരുത്. നമുക്ക് വിഷമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അവസാനം ഈ പഴയൊരു പഴഞ്ചൊല്ല് പറയുന്നത്, തനിക്ക് തൻ്റെ കൈയോ കാലോ അങ്ങനെ ഒരു സംഭവമുണ്ട്, തനിക്ക് താൻ മാത്രമേ കാണുകയുള്ളൂ. അത് എപ്പോഴും ഒരു അതുകൊണ്ട് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുക, സമ്പത്തുണ്ടാക്കുക, നമ്മളെ സ്വന്തം കാലിൽ നിൽക്കുക. അപ്പോൾ ബാക്കി നമ്മുടെ സൗഹൃദങ്ങളും മറ്റുള്ള എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാര്യവും നമ്മൾ മുന്നോട്ട് പോകരുത്.
നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു അടുത്ത നെക്സ്റ്റ് 7ാമത്തെ പോയിൻ്റ്, ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നമ്മൾ ഈ പ്രോബ്ലംസിലേക്ക് പോവാതെ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ സൊല്യൂഷന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ്. അതാണ് പോയിൻ്റ്. അതായത് ഒരു ഇഷ്യൂ വന്നു, അപ്പോൾ ആ ഇഷ്യൂ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര കുഴപ്പം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇഷ്യൂ ഒരു ടെൻഷൻ അടിച്ച് ഇപ്പോൾ ഒരു വെള്ളം അടിച്ച് അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് കിടന്ന് എല്ലാവരും തീർത്ത് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങനെയല്ല ചെയ്തത്. നമ്മൾ ഒരിടത്ത് പോയി ശാന്തമായിരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആ പ്രശ്നത്തിന് എന്തൊക്കെ സൊല്യൂഷൻ നമുക്കുണ്ട്. ഇന്നയാളിനെ കണ്ടാൽ, ഒരാളിനെ കണ്ടാൽ അയാളോട് പറഞ്ഞാൽ ഇയാളോട് പറഞ്ഞാൽ ആ സൊല്യൂഷൻ ഉണ്ടാക്കാം. 2 അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ ആ പ്രശ്നം സോൾവ് ആവും. അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം നമ്മളിങ്ങനെ കുറേ സ്റ്റെപ്പുകൾ ഇട്ടാൽ 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം ആ പ്രശ്നം സോൾവ് ആവും. അങ്ങനെ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കൊരു നമ്മളിതൊക്കെ ടെൻഷൻ അടിച്ച് ഇപ്പോൾ ഒരാളിന് പനി വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ ഡോക്ടറെ അടുത്തുകൊണ്ട് മരുന്ന് വാങ്ങിക്കും. അതാണ് എൻ്റെ സൊല്യൂഷൻ. അല്ലാതെ വെറുതെ വരട്ടെ, കുറച്ചുകൂടെ കൂടട്ടെ, അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ട് പോകും, അങ്ങനെയല്ല. എന്താണ് കറക്റ്റ് സൊല്യൂഷൻ, ആ സൊല്യൂഷനിലേക്ക് മാത്രം ഇതിന് പ്രോബ്ലംസിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ തലമുണ്ടാക്കിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ ആ പോയിൻ്റ് ഒന്നുകൂടെ പറയാം, ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ് എന്നാണ്. അടുത്ത 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. ഓക്കെ, അപ്പം ഇത് നമുക്കൊരു സാധനം, ഒരു എക്സാം എഴുതി, ഒരു SSLC എക്സാം എഴുതി അല്ലെങ്കിൽ +2 എക്സാം എഴുതി, അതിൻ്റെ റിസൾട്ട് ഒരു 10ാം തീയതി വരുന്നു. ഇന്ന് ഒരു ഡേറ്റ് ഇടുകയാണ്. നമ്മൾ 1ാം തീയതി മുതലേ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്, അയ്യോ എന്താവും, ഞാൻ എഴുതിയോ, അത് വലുത്. അതിൻ്റെ ആവശ്യമില്ല, അത് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയി കഴിഞ്ഞു. അത് ആ എക്സാം വാല്യൂ ചെയ്യുന്നവരും അത് ഇടുന്നവരുമാണ് ചെയ്യേണ്ടത്. അത് വരട്ടെ. നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സഞ്ജു സാംസൺ ഇപ്പോഴത്തെ ട്രെൻഡാണ്. സഞ്ജു സാംസൺ ബാറ്റിങ്ങിന് ഇറങ്ങിയാലൂടെ ആകെ ടെൻഷൻ. സഞ്ജു ബെന്നറ്റ് റൺസ് അടിക്കുമോ, അല്ലെങ്കിൽ സെഞ്ചുറി അടിക്കുമോ, അല്ലെങ്കിൽ വിജയിക്കുമോ, അതൊരു വികാരമാണ്. ഓക്കെ, എന്നിരുന്നാലും നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യമാണ് സഞ്ജു 6 അടിക്കുന്നതും സെഞ്ചുറി അടിക്കുന്നതും. നമ്മളതുകൊണ്ട് വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പൊതുവെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് വിട്ട് കളയുക. അപ്പോൾ ഇതൊക്കെയാണ് മെൻ്റലി സ്ട്രോങ് ആകാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പോയിൻറ്റുകളാണ് ഞാൻ പറയുന്നത്. 8ാമത്തെ പോയിൻ്റ്. അപ്പോൾ 9ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞത് എല്ലാത്തിനും ഒരു അതിർത്തി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് വെച്ചാലും നമ്മുടെ വീട്ടിലായാലും ശരി തന്നെ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനായാലും ശരി തന്നെ, ലവറിനായാലും ശരി തന്നെ, ബെസ്റ്റിക്കായാലും ശരി തന്നെ, എല്ലാത്തിനും നമ്മളൊരു അതിർത്തി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിർത്തി വച്ചില്ലെങ്കിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കയറി കളിച്ച് നമ്മുടെ സ്വകാര്യതയെ ഭഞ്ജിച്ച് കളയും. നമ്മുടെ സുഹൃത്ത് വലയായാലും നമ്മുടെ ചില സ്വകാര്യതകളുണ്ട്. എല്ലാവർക്കും സ്വകാര്യത എന്നൊരു സാധനമുണ്ട്. എല്ലാ ദിവസവും നമ്മൾ സ്വകാര്യമായി നമ്മൾ 1 മണിക്കൂറെങ്കിലും നമ്മുടേതായ സ്പെൻഡ് ചെയ്യണം. എത്ര തിരക്കുള്ള ഫാമിലിക്കകത്താണെങ്കിലും നമ്മൾ റൂമിനകത്തേക്ക് അടച്ചിരുന്ന് നമ്മൾ 1 മണിക്കൂർ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ അന്ന് ആ ദിവസത്തിൻ്റെ റിവ്യൂ നടത്തുകയും നാളെ എന്ത് ചെയ്യണമെന്ന് കുറിച്ച് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ള സമയമാണത്. അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും മുഴുവൻ നമ്മുടെ സർക്കിളിലേക്ക്, നമ്മുടെ സകല കാര്യവും വിളിച്ച് പറഞ്ഞ് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് അവരെ കൊണ്ടുവന്ന് അത് മോശം ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അതിർത്തി വയ്ക്കണം. ഇതിങ്ങനെയാണ്, കൂടുതൽ അത് എൻ്റെ പേഴ്സണൽ ടൈമാണ്, അത് പ്ലീസ് ഡോണ്ട് ഇൻ്റർഫിയർ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരാളെയും നമ്മൾ ആ സർക്കിളിനകത്തേക്ക് കയറ്റാൻ അനുവദിക്കരുത്. അതൊരു പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. ഇത് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കണക്ട് വിത്ത് ഗോഡ്. നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവാൻ വേണ്ടി ഇപ്പോൾ ഈശ്വര വിശ്വാസം ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. ഞാൻ ഈശ്വര വിശ്വാസം ഉള്ളവരാണെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രപഞ്ച ശക്തിയുണ്ട്, ആ ശക്തിയിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇറക്കി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിലോ പോകുമ്പോഴത്തേക്കും ഒരു ശാന്തമായ ഒരവസ്ഥയിൽ നമുക്കിവിടെ പ്രാർത്ഥിക്കാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ സോൾവ് ചെയ്യും പോലെ നമുക്ക് ഇപ്പോൾ ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവിടെ ഒരു പോസിറ്റീവ് സ്പിരിറ്റ് അവിടെ ഉണ്ട്, പോസിറ്റീവ് എനർജി അവിടെ ഉണ്ട്. നമ്മൾ അവിടെ ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് തന്നെ ഒരു ഭാരം ലഘൂകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ വേറെ അവരുടെ പ്രപഞ്ചശക്തികളോ അവരുടേതായ സ്വകാര്യതയിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് ധ്യാനത്തിലോ അല്ലെങ്കിൽ എന്ത് വേണോ അതങ്ങനെ ചെയ്ത് ഒരു നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എങ്ങനെ ഒരു മനുഷ്യനെ മെൻ്റലി സ്ട്രോങ് ആക്കാം അല്ലെങ്കിൽ സ്ട്രോങ് ആവാം എന്നതിനെക്കുറിച്ചാണ്. ഇതൊക്കെ ഇതെല്ലാം ഒരു ചെറിയ സിമ്പിൾ സ്റ്റെപ്പുകളാണ്. നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ പ്രാവർത്തികമാക്കാം. ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.